അമേരിക്കയിലെ ലാസ്റ്റ് പ്രസിഡന്റ് ഇലക്ഷൻ സമയത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. ഞാനതിവിടെ കാണിക്കാം. അപ്പൊ അമേരിക്കയിലെ ഹിന്ദു മൈനോറിറ്റിയെ ട്രംപ് സംരക്ഷിക്കും എന്നതുകൊണ്ടാണ് ട്രംപിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതൊരു കാരണമായിരിക്കാം. എന്നാൽ ഇവരൊക്കെ ട്രംപിനെ സപ്പോർട്ട് ചെയ്യാനുള്ള വേറൊരു മെയിൻ കാരണം മുസ്ലിംസിനോടുള്ള വെറുപ്പും കൂടിയാണ്. Donald J. Trump is calling for a total and complete shutdown of Muslims entering the United States until our country's representatives can figure out what the hell is going on. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ദ ഡിക്റ്റേറ്റർ എന്ന സിനിമയിലെ ഒരു സീനാണ്. I took the liberty of hiring some extra security. This is Mr. Clayton. Admiral General, I am here for your protection 24/7. Okay. But in the interest of full disclosure, I have to say, I hate Arabs. Well, that's fine because I'm not an Arab. Well, you're all Arabs to me. The blacks, the Jews, those blue tree-hugging queers in Avatar. In fact, anyone from outside of America is technically an Arab. അതായത് അമേരിക്കയിലെ എക്സ്ട്രീം റൈറ്റ് വിംഗ് ആളുകൾക്ക് ഹിന്ദുസും മുസ്ലിംസും ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും ഒക്കെ കണക്കാണ്. അവർ സ്വപ്നം കാണുന്നത് വെള്ളക്കാർ മാത്രമുള്ള അവരുടെ കാഴ്ചപ്പാടിലെ ഏറ്റവും സുപ്പീരിയർ റേസ് ആയിട്ടുള്ള വൈറ്റ് മെയിൽസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ട്രംപ് ഇങ്ങനെ ഇടയ്ക്ക് ഹിന്ദു മൈനോറിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യും, ഇന്ത്യയുമായി നല്ല ട്രേഡ് റിലേഷൻ ഉണ്ടാക്കുമെന്നൊക്കെ പറയും. പക്ഷേ അടുത്ത ദിവസം തന്നെ അത് മാറ്റി പറയുകയും ചെയ്യും. ഇന്ത്യക്കും അതുപോലെ മറ്റു പല രാജ്യങ്ങൾക്കും മേൽ അമേരിക്ക ചുമത്തിയിട്ടുള്ള ടാരിഫിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇവരുടെ ഇതുപോലുള്ള നയങ്ങൾ ബാധിക്കുന്നത് സ്വാഭാവികമായും അമേരിക്കയിലെ സാധാരണ ഇന്ത്യക്കാരെ കൂടിയാണ്. നമുക്കറിയാം NRI ആയ ഒരാൾക്ക് ഇന്ത്യൻ മാരേജ് മാർക്കറ്റിൽ ഉയർന്ന ഡിമാൻഡാണുള്ളതെന്ന്. അതിൽ തന്നെ അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള NRIസിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. NRIസിനെ കെട്ടി വിദേശത്ത് സെറ്റിൽ ആകാം എന്നതാണ് ആ ഡിമാൻഡിന് പിറകിലെ വസ്തുത. ഇന്ത്യയിൽ നിന്ന് എങ്ങനെയും ഒന്ന് പുറത്തു പോകാനുള്ള ആഗ്രഹം ഇന്ന് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് മാത്രമല്ല യുവതികൾക്കും വളരെ കൂടുതലാണ്. എങ്ങനെയെങ്കിലും പഠിച്ചിട്ടോ ജോലി മേടിച്ചിട്ടോ പുറത്തു കിടക്കണം. ഇനി അതിന് പറ്റിയില്ലെങ്കിൽ പുറത്തു ജോലിയുള്ള ആരെയെങ്കിലും കെട്ടി അവിടെ ചെന്ന് സെറ്റിൽ ആകണം. ഇതാണ് ആഗ്രഹം. എന്നാൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ആചാരത്തിനും ട്രംപ് ഇപ്പോൾ വിലങ്ങുതടിയായി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയും മുമ്പ് പ്രവാസികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. പലരും പ്രവാസികളാകുന്നത് ഫാമിലിയുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ പ്രവാസികൾ നമ്മൾ ആഗ്രഹിക്കാത്ത അൺസർട്ടനിറ്റീസ് ആയ മരണം, ക്യാൻസർ, ആക്സിഡന്റൽ ഡിസബിലിറ്റി ഒക്കെ സംഭവിച്ചാൽ അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടാൻ തയ്യാറായിരിക്കണം. അതിന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ ലൈഫ് ഇൻഷുറൻസ് ഓപ്ഷനായ ടേം ഇൻഷുറൻസ് ഇന്ത്യയിൽ നിന്ന് തന്നെ എടുത്തു വെക്കുക. 679 രൂപ മാസ പ്രീമിയത്തിൽ തുടങ്ങി 2 കോടി വരെയൊക്കെ കവറേജ് കിട്ടുന്ന പ്ലാൻസ് ഉണ്ട്. ഇന്ത്യയിലെ മികച്ച കമ്പനികളെ താരതമ്യം ചെയ്ത് 1 കോടി അല്ലെങ്കിൽ 2 കോടിയുടെ കവറേജ് വേണോ, എത്ര വർഷത്തേക്ക് വേണം, ക്യാൻസർ ആൻഡ് ആക്സിഡന്റൽ ഡിസബിലിറ്റിക്ക് കവർ ചെയ്യണോ തുടങ്ങിയവ സെലക്ട് ചെയ്ത് എത്ര പ്രീമിയം ആകുമെന്ന് നോക്കി ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. വിദേശത്തെ അപേക്ഷിച്ച് 30 മുതൽ 50% വരെ കുറഞ്ഞ ചെലവിൽ ഇന്ത്യയിൽ നിന്ന് ടേം പ്ലാൻ എടുക്കാം. ഇയർലി പ്രീമിയം ഒന്നിച്ചെടുത്താൽ 5% വരെ ഡിസ്കൗണ്ടും കിട്ടും. ക്ലെയിമിന്റെ ആവശ്യം വന്നാൽ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചാൽ എല്ലാവിധ സഹായങ്ങളും ലഭിക്കും. പ്രവാസികൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും NRI വിവാഹങ്ങളൊക്കെ ഒന്ന് തള്ളിവെക്കുന്ന തിരക്കിലാണെന്നാണ് കേൾക്കുന്നത്. കാരണം ട്രംപിന്റെ ചില പുതിയ പരിഷ്കാരങ്ങൾ തന്നെ. H1B വിസയുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ, ഉള്ള ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം, പുറത്തേക്കുള്ള പോക്ക് നീണ്ടു പോകുമോ എന്ന ടെൻഷൻ, അങ്ങനെ ആകെ മൊത്തം ഒരു അൺസർട്ടനിറ്റി. ആ ഒരു അൺസർട്ടനിറ്റിയിലേക്ക് പോകാൻ സ്ത്രീകളും അവരുടെ പാരന്റ്സും ഭയപ്പെടുന്നതും, ആ ഒരു അൺസർട്ടനിറ്റിയിൽ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആണും പെണ്ണും ഭയപ്പെടുന്നതും വിവാഹ മാർക്കറ്റിലെ ഇവരുടെ വില ചെറുതായെന്ന് ഇടിച്ചു കളയുന്നുണ്ട്. കുറച്ചു കാലങ്ങളായി നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ദ ഗ്രേറ്റ് അമേരിക്കൻ ഡ്രീം. അമേരിക്കയിൽ പോയി സെറ്റിലായി നല്ല പണം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ആ ഡ്രീം. H1B വിസ അമേരിക്കയിൽ പോയി വർക്ക് ചെയ്യാനുള്ള ഒരു വർക്ക് വിസയാണ്. IT പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, സയൻസ് ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള സ്കിൽഡ് വർക്കേഴ്സിന് അമേരിക്കയിൽ പോയി ജോലി ചെയ്യാനുള്ള അവസരമാണ് H1B വിസ നൽകുന്നത്. മുമ്പ് അതിന് വളരെ കുറഞ്ഞ പൈസ മാത്രം എംപ്ലോയീസ് മുടക്കിയാൽ മതിയായിരുന്നു. അമേരിക്കയിൽ നിന്നുള്ള ഏകദേശം 70% H1B വിസയുടെയും ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരാണ്. എന്നാൽ പുതുക്കിയ ചില നിയമങ്ങൾ പ്രകാരം എംപ്ലോയേഴ്സ് ഭീമമായ തുക ഈ വിസയ്ക്ക് വേണ്ടി അടയ്ക്കേണ്ടി വരും എന്നൊരവസ്ഥ വരാൻ പോവുകയാണ്. സത്യത്തിൽ ട്രംപ് ഇത് പ്രഖ്യാപിച്ച സമയത്ത് ഇത് എപ്പോൾ തൊട്ടാണ് എഫക്റ്റീവ്, ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ എന്ന കൺഫ്യൂഷൻ കാരണം ഓൾറെഡി ഈ വിസയിൽ ജോലി ചെയ്യുന്നവരിൽ പലരും പരിഭ്രാന്തരായിരുന്നു. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ ഫ്ലൈറ്റിൽ ഓൾറെഡി ബോർഡ് ചെയ്തിരുന്ന കുറെ ഇന്ത്യക്കാർ ഈ അനൗൺസ്മെന്റ് കാരണം അമേരിക്കയിലേക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി അവരുടെ യാത്ര ക്യാൻസൽ ചെയ്തതിനെ കുറിച്ച് വായിച്ചിരുന്നു. ഈ H1B വിസയിലെ എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്ന ലോട്ടറി സിസ്റ്റത്തിലും ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വർഷം 85,000
പേർക്കാണ് വിസ കൊടുക്കുന്നത്. ഇതൊരു ലോട്ടറി സിസ്റ്റത്തിലൂടെയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ആദ്യം ഇത് എംപ്ലോയർ ബേസ്ഡ് ആയിരുന്നു, ഇപ്പോൾ ഇത് വർക്കർ ബേസ്ഡ് ആയി. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കമ്പനികൾക്ക് H1B വിസ കിട്ടാൻ ഇനി പാടാണ്. എന്നാൽ ഈ മാറ്റങ്ങളെല്ലാം ഇപ്പോൾ ഉള്ളവർക്കല്ല, ഇനി വരാൻ പോകുന്നവർക്കാണ് ഉണ്ടാവുക എന്ന് പിന്നീട് അമേരിക്കൻ അതോറിറ്റീസ് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാറ്റങ്ങൾ ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകുമോ എന്ന് ചോദിച്ചാൽ വർഷാവർഷം 85,000 വിസയിൽ 70% ഇന്ത്യക്കാരായിരുന്നു എന്നതിൽ നിന്ന് അതിന് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഗ്രേറ്റ് അമേരിക്കൻ ഡ്രീമിന് ചെറിയൊരു ഇടിവ് തട്ടുമെന്ന്. എന്നാൽ ഈ H1B വിസയുമായി ബന്ധപ്പെട്ട അൺസർട്ടിനിറ്റി ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെയും മാരേജ് മാർക്കറ്റിനെ ശരിക്കൊന്ന് പിടിച്ചുകുലുക്കിയിട്ടുണ്ട്. മക്കളെ കെട്ടിച്ചു വിട്ടാൽ പണി കിട്ടുമോ പണി പോകുമോ എന്നൊക്കെയുള്ള ആദികൾ കാരണം ഇപ്പോൾ NRIസിന് വലിയ ഡിമാൻഡിൽ എത്ര. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണല്ലോ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ ചെക്കനിൽ നോക്കുന്ന മെയിൻ ക്വാളിറ്റി. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ടോപ്പ് പ്രയോറിറ്റി ആകുന്നതും. NRIസിന് ട്രംപ് കാരണം വന്നു ചേർന്ന ഈ അവസ്ഥ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് ഒരു ഭീഷണിയാകുമോ എന്ന ആശങ്കയും അച്ഛനമ്മമാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞതിന് ശേഷം കെട്ടാമെന്ന് കരുതുന്നവരുമുണ്ട്. 70% H1B വിസയും ഇന്ത്യക്കാർക്കാണ് അടിച്ചു കിട്ടുന്നത് എന്ന് പറഞ്ഞല്ലോ. ആ 70%ത്തിൽ 75% വിസയും ഇന്ത്യൻ ആണുങ്ങൾക്കാണ് കിട്ടുന്നത്. അതായത് ആണുങ്ങളുടെ കല്യാണമാണ് ഇക്കാര്യത്തിൽ ഒന്ന് കുഴഞ്ഞു നിൽക്കുന്നത് എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ അങ്ങ് അമേരിക്കയിൽ ട്രംപ് കൊണ്ടുവന്ന മാറ്റങ്ങൾ കാരണം ടെൻഷൻ മൊത്തം അമേരിക്കയിലേക്ക് പോകാൻ നിൽക്കുന്ന ഇന്ത്യയിലെ ആണുങ്ങൾക്കാണ്. വിസയുമായി ബന്ധപ്പെട്ട് ട്രംപ് അവിടെ എന്ത് മാറ്റം കൊണ്ടുവന്നാലും ചങ്കിടിക്കുന്നത് പല ഇന്ത്യക്കാരുടെയുമാണ്. അല്ലെങ്കിലും നമുക്ക് ഇത് തന്നെ വേണം. ട്രംപ് ജയിക്കാൻ വേണ്ടി ഹോമം നടത്തിയതും നമ്മളിൽ ചിലരാണല്ലോ. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. മറ്റുള്ളവരോടുള്ള വെറുപ്പ് കാരണം ട്രംപിനെ സപ്പോർട്ട് ചെയ്ത് എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ ഈ നയങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. ട്രംപ് എല്ലാ പ്രശ്നങ്ങൾക്കും ഇതിനു മുമ്പത്തെ പ്രസിഡൻസിനെ കുറ്റം പറയുന്നത് പോലെ അവരും വേറെ ആരെയെങ്കിലും ഒക്കെ കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ടാകണം. ഇതിലെ മറ്റൊരു കോമഡി, ട്രംപും പാർട്ടിയും LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിക്കുമ്പോൾ അവർക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അവരുടെ ബേസിക് റൈറ്റ്സ് ഇല്ലാതാക്കുമ്പോൾ അതൊക്കെ കണ്ടോ ട്രംപ് വരെ അവർക്കെതിരെയാണ് എന്ന് പറഞ്ഞ് LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ വെറുപ്പ് സൃഷ്ടിക്കാൻ നടക്കുന്ന നാട്ടിലെ ചില മുസ്ലിംസിനെ കാണുമ്പോഴാണ്. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രവാസികൾ നിർബന്ധമായിട്ടും നാട്ടിൽ നിന്ന് ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കണം. വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് NRIസിന് ടേം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ട ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രവാസികളും ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കൂ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.